ഹായ് എവരി വൺ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അംബീഷനില്ലേ? നമുക്കപ്പോൾ ആ അംബീഷനിലേക്ക് എത്തിപ്പെടണ്ടേ? കുറച്ച് ആൾക്കാർക്ക് ടീച്ചറാവണം, കുറച്ച് ആൾക്കാർക്ക് ഡോക്ടർ ആവണം, കുറച്ച് പേർക്ക് എൻജിനീയർ ആവണം, അങ്ങനെ അല്ലേ? അപ്പോൾ നമുക്ക് ഇപ്പോഴേ തന്നെ അതിനു വേണ്ടി പഠിച്ചു തുടങ്ങണ്ടേ? അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ബ്രില്യൻ പാല ഒരു ഫൗണ്ടേഷൻ ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 8ൽ പഠിക്കുന്ന കുട്ടികൾക്ക് 9ലേക്കുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ബയോളജിയുടെ പോർഷൻസ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? അപ്പോൾ അതിൽ ആദ്യം വരുന്ന ടോപ്പിക്ക് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആണ്. അതിലെന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഉണ്ട്, ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ഉണ്ട്. നമുക്കറിയാം 2 തരം ന്യൂട്രീഷൻസ്. അതിൽ ഓട്ടോട്രോഫിക് ന്യൂട്രീഷനിൽ വരുന്നത് ഫോട്ടോസിന്തസിസ്, അതുപോലെ തന്നെ സ്റ്റൊമാറ്റയുടെ സ്ട്രക്ചർ എന്നിവ ഒന്ന് നമ്മൾ പരിചയപ്പെട്ടിരിക്കണം. ഫോട്ടോസിന്തസിൽ എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിലുള്ള പിഗ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ജനറൽ ഐഡിയ നമുക്കതിനെക്കുറിച്ച് വേണം. പിന്നെയുള്ളത് സ്റ്റൊമാറ്റയാണ്. സ്റ്റൊമാറ്റയിൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് ഒക്കെ നടത്താനായിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്തത് വരുന്നത് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനാണ്. ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനിൽ പാരസൈറ്റ്സ് ഉണ്ട്, സാപ്റ്റോട്രോഫ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസെക്ടിവോറസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടൈപ്സ്, എക്സാമ്പിൾസ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി അതുപോലെ തന്നെ വരുന്ന ഒരെണ്ണമാണ് സിംബയോസിസ്. എന്താണ് സിംബയോസിസ്? അല്ലെങ്കിൽ ഒരു മ്യൂച്വലിസം എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ്. അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് ലൈക്കണാണ്. അപ്പോൾ ലൈക്കൺ എന്താണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്, അവരുടെ ആ ഒരു ഫംഗൽ പാർട്ട്ണറിൻ്റെയും അതുപോലെ തന്നെ ആൽഗൽ പാർട്ട്ണറിൻ്റെയൊക്കെ ഫങ്ഷൻ എന്താണ് എന്നൊക്കെയുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്ത വരുന്ന ടോപ്പിക്ക് ഡൈജഷനാണ്. ഡൈജഷൻ അമീബയിൽ വരുന്ന ഡൈജഷനും അതുപോലെ തന്നെ ഹ്യൂമൻസിലുള്ള ഡൈജഷനും നമുക്ക് പഠിക്കാനുണ്ട്. അമീബയിലാണെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. അപ്പോൾ അതിലെങ്ങനെയാണ് ഡൈജഷൻ നടക്കുന്നത്, സ്യൂഡോപോഡിയ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. പിന്നെ വരുന്നത് ആനിമൽസിൽ വരുന്ന ഡൈജഷൻ, അതുപോലെ ഹ്യൂമൻസിലുള്ള ഡൈജഷൻ. ഹ്യൂമൻസിലാകുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസിനെ കുറിച്ച്, അതിൻ്റെ സ്ട്രക്ചർ ഓവറോളായിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുക. എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നത്, എന്തൊക്കെ സെക്രീഷൻസ് വരുന്നുണ്ട്, ഏതൊക്കെ ഗ്ലാൻഡ് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ വരുന്നത് ടീത്തിൻ്റെ അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ ടൈപ്പും നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ റൂമിനൻ്റ് ആയിട്ടുള്ള ആനിമൽസ് ഉണ്ട് അല്ലേ? റൂമിനേഷൻ എന്ന പ്രോസസ്സ് എന്താണ് എന്ന് ഉള്ളതും അതുപോലെ തന്നെ റൂമിനേഷൻ എന്താണ് എന്നുള്ളതും അതുകൂടാതെ റൂമിനൻ്റ് ആയിട്ടുള്ള ആനിമൽസിൻ്റെ എക്സാമ്പിൾസും ഒന്ന് അറിഞ്ഞിരിക്കുക. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചർ എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ വരുന്നത് മേജറായിട്ടുള്ള ഒരു പ്രോസസ്സാണ് റീപ്രൊഡക്ഷനാണ്. റീപ്രൊഡക്ഷൻ ആനിമൽസിലും നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ്സിലും നടക്കുന്നുണ്ട്. നമുക്കിവിടെ പഠിക്കാനുള്ളത് ആനിമൽസിലെ അല്ല, പ്ലാന്റ്സിൻ്റെ റീപ്രൊഡക്ഷനാണ്. പ്ലാന്റ്സിൻ്റെ റീപ്രൊഡക്ഷൻ വരുമ്പോഴത്തേക്കും അതിൻ്റെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഡിഫറെൻറ്റ് മോഡ് ഉണ്ട് അല്ലേ? അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, അതുപോലെ തന്നെ ബഡ്ഡിങ്, ഫ്രാഗ്മെൻറ്റേഷൻ, സ്പോർ ഫോർമേഷൻ, അങ്ങനെയുള്ള റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് നമ്മളൊന്ന് പഠിച്ചിരിക്കണം. അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ ഫെർട്ടിലൈസേഷൻ എന്താണ്, ഗ്യാമീറ്റ്സ് എങ്ങനെയാണ്, ഏതൊക്കെയാണ് ഗ്യാമീറ്റ്സ്, അതുപോലെ പിസ്റ്റൽ, സ്റ്റേമൻ, അതുപോലെയുള്ള സ്ട്രക്ചേഴ്സ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. പിന്നെയുള്ളത് സീഡ് ഡിസ്പേഴ്സലാണ്. സീഡ് ഡിസ്പേഴ്സൽ മെക്കാനിസംസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ പോളിനേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെയൊക്കെയാണ് പോളിനേഷൻ നടക്കുന്നത് എന്നൊക്കെ ഒന്ന് അറിയണം. പിന്നെയുള്ളത് സെല്ലാണ്. നെക്സ്റ്റ് ടോപ്പിക്ക് സെല്ലാണ്. സെല്ലെന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് അല്ലേ? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ബോഡി. പ്ലാന്റ്സിൻ്റെ ആണെങ്കിലും ആനിമൽസിൻ്റെ ആണെങ്കിലും ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് സെല്ലെന്ന് പറയുന്നത്. അപ്പോൾ സെൽ തിയറി, ഡിഫറെൻറ്റ് സെൽ തിയറീസ് ഉണ്ട്, അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതായത് ആനിമൽസിൻ്റെ കേസിലാണെങ്കിലും പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിലും കോമൺ ആയിട്ട് നമ്മളൊരു സെൽ തിയറി പറയുന്നുണ്ട്. ഷ്ലീഡൻ, ഷ്വാൻ എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റ്, അതുപോലെ തന്നെ റുഡോൾഫ് വിർഷോ ഒക്കെ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആ ഒരു സെൽ തിയറി ഒന്ന് പഠിച്ചിരിക്കുക. അതുപോലെ നമുക്ക് പിന്നെ പഠിക്കാനുള്ളതാണ് സെൽ മെംബ്രെയിനെ കുറിച്ച് പഠിക്കണം. ഡിസ്റ്റിങ്വിഷിങ് ഫീച്ചർ ആയിട്ടുള്ള ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും ആയിട്ടുള്ള ആ ഒരു ഡിഫറൻസസ് ഒന്ന് പഠിച്ചിരിക്കുക. പിന്നെയുള്ളത്
ഡിഫറെൻറ്റ് സെൽ ഓർഗണൽസ്, അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് സെൽ ഓർഗണൽസ്, അതായത് മൈറ്റോകോൺട്രിയ, പിന്നെ ഗോൾജി അപ്പാരറ്റസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൽ ഓർഗണൽസ്, അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, സെല്ലിലുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെയുള്ളത് ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിഡ് ഉണ്ട്. അതും ഈ ഒരു സെല്ലിൻ്റെ ചാപ്റ്ററിൽ തന്നെ വരുന്നതാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് പ്ലാസ്റ്റിഡ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, അതിൻ്റെയൊക്കെ ഫങ്ഷൻ എന്താണ്, കളർ എന്താണ് എന്നൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. പിന്നെ വരുന്നത് ടിഷ്യൂസാണ്. 2 ടൈപ്പ് ടിഷ്യൂസ് ഉണ്ട്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസും ഉണ്ട്, പെർമനൻറ്റ് ടിഷ്യൂസും ഉണ്ട്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ ഗ്രോത്തിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടിഷ്യൂസാണ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, അതിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. പെർമനൻറ്റ് ടിഷ്യൂസിൻ്റെ ടൈപ്സും കൂടെ നമ്മൾ നോക്കി വെക്കണം. പിന്നെ ആനിമൽ ആൻഡ് പ്ലാന്റ് സെൽസിൻ്റെ ഡിസ്റ്റിങ്വിഷിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പ്രോക്യാരിയോട്ട് എന്താണ്, യൂക്യാരിയോട്ട് എന്താണ് എന്നൊക്കെയുള്ളത് ഒന്ന് ഓവറോൾ ആയിട്ട് ജസ്റ്റ് ഒരു ജനറൽ ഐഡിയ വേണം. പിന്നെയുള്ളത് നെക്സ്റ്റ് ടോപ്പിക്ക് ക്രോപ്പ് പ്രൊഡക്ഷനാണ്. ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ന്യൂട്രീഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഒക്കെ കറക്റ്റായിട്ട് വേണം. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് സീസൺസ് ഉണ്ട് അല്ലേ, ക്രോപ്പ് സീസൺസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഡിഫറെൻറ്റ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള പ്രാക്ടീസസ് ഒക്കെ നടന്നു കഴിയുമ്പോൾ നമുക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടും. ആ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് എന്താണ്, ന്യൂട്രിയൻസ്, പല ടൈപ്പ് ന്യൂട്രിയൻസ് ഉണ്ടല്ലോ. മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, മാക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. നമ്മുടെ ബോഡിക്ക് കൂടുതലായിട്ട് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഉണ്ട്, കുറഞ്ഞ അളവിൽ വേണ്ടതുണ്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് ന്യൂട്രിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എവിടെ നിന്ന് കിട്ടും, ഏത് ഫുഡ് ഐറ്റത്തിൽ നിന്ന്, ഏത് ഫുഡ് ഐറ്റം, അതായത് സോഴ്സ് ഏതാണ്, ഓരോ വൈറ്റമിൻസിൻ്റെ അല്ലെങ്കിൽ ഓരോ ന്യൂട്രിയൻസിൻ്റെ സോഴ്സ് ഏതാണ് എന്നൊക്കെയുള്ളത് ഒന്ന് ഓവറോൾ ആയിട്ട് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ബയോ ഫെർട്ടിലൈസർ. നമുക്കറിയാം ഇപ്പോൾ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെയൊക്കെ ഉപയോഗം കൂടി വരുവാണ്. അപ്പോൾ അതിനെ നമുക്കൊന്ന് മാറ്റി വച്ചിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബയോ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ബയോ ഫെർട്ടിലൈസേഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ബയോ ഫെർട്ടിലൈസേഴ്സായിട്ട് യൂസ് ചെയ്യാം എന്നൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. പിന്നെയുള്ള ടോപ്പിക്കാണ് മൈക്രോ ഓർഗാനിസംസ്, ഫ്രണ്ട് ആൻഡ് ഫോ. മൈക്രോബ്സ് എന്താണ് നമുക്കറിയാം അല്ലേ, നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റില്ലാത്ത മൈക്രോബ്സ് ഉണ്ട് നമ്മുടെ ഭൂമിയിൽ. അപ്പോൾ ഈ ഡിഫറെൻറ്റ് മൈക്രോബ്സിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് മൈക്രോബ്സ്? വൈറസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്, പ്രോട്ടോസോവ ഉണ്ട്. അപ്പോൾ ഇതിൽ ചിലതൊക്കെ ബെനഫീഷ്യലാണ്, ചിലതൊക്കെ ഹാംഫുള്ളുമാണ്. അപ്പോൾ ഇതിൻ്റെ ഹാംഫുൾ എഫക്റ്റ് എന്താണ്, യൂസ്ഫുൾ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, നമുക്ക് ഇതിനെയൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, നമ്മുടെ ഓരോ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവർ സെക്രീറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നൊക്കെയെന്നുള്ള ഒരു ജനറൽ ഐഡിയ. അപ്പോൾ എങ്ങനെയാണ് മൈക്രോബ്സ് നമ്മുടെ ഫ്രണ്ട് ആവുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ നമ്മുടെ ശാപമാകുന്നത് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബെനഫിഷ്യൽ ആസ്പെക്ട്സും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ വരുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് റെസ്പിറേഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു മെറ്റബോളിക് ആക്ടിവിറ്റിയാണ് റെസ്പിറേഷൻ. അപ്പോൾ റെസ്പിറേറ്ററി ഓർഗൻസ്, ഡിഫറെൻ്റ് ഓർഗൻസ് ഉണ്ട്. ആനിമൽസിലാണെങ്കിലും ചെറിയ ഇൻസെക്ട്സിലൊക്കെ ആണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഓർഗൻസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഹ്യൂമൻസിൻ്റെ ആകുമ്പോൾ കുറച്ചും കൂടെ വെൽ ഡെവലപ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഈ പറയുന്ന റെസ്പിറേറ്ററി ഓർഗൻസ്, അതിന് എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നെയുള്ളത് സ്പൈറക്കിൾസ്, ഗിൽസ്, ട്രക്കിയ പോലെയുള്ള അങ്ങനെയുള്ള റെസ്പിറേറ്ററി ഓർഗൻസ് കാണുന്ന ഇൻസെക്ട്സ്, ഏതൊക്കെ റെസ്പിറേറ്ററി ഓർഗൻസ് ഏതൊക്കെ ഓർഗാനിസത്തിലാണ് കാണുന്നത് എന്നൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. പിന്നെ ബ്രീത്തിങ് എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ ഓരോ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ബ്രീത്തിങ്ങിൽ തന്നെ ഇൻഹലേഷൻ വരും, എക്സലേഷൻ വരും, അങ്ങനെയുള്ള ഓരോ സ്റ്റെപ്പൊന്ന് മനസ്സിലാക്കിയിരിക്കണം. പിന്നെയുള്ളത് ട്രാൻസ്പോർട്ടേഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ രണ്ടിലും വരും, പ്ലാന്റ്സിലും വരും, ആനിമൽസിലും വരും. ആനിമൽസിൻ്റെ കേസിലാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സർക്കുലേറ്ററി സിസ്റ്റം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ആരൊക്കെ പെടുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഫങ്ഷൻ എന്താണ്, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഈ പ്രോസസ്സ് നടക്കുന്നത്,
ഈസി ആയിട്ടുള്ള സർക്കുലേറ്ററി മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് പഠിച്ചിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ബ്ലഡിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ബ്ലഡിൻ്റെ കമ്പോണൻസ് ആയിട്ടുള്ള RBC, WBC, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സ്, ഹീമോഗ്ലോബിൻ, ബ്ലഡ് വെസൽസ്, അങ്ങനെയുള്ള കുറച്ച് ടേംസ് നമ്മൾ പഠിച്ചിരിക്കണം. അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതും പഠിച്ചിരിക്കണം. പിന്നെ ഉള്ളത് പൾസ് റേറ്റും ഹാർട്ട് ബീറ്റും ആണ്. നമുക്കറിയാം, നമുക്ക് പരിചയമുള്ള ടേംസാണ് ഹാർട്ട് ബീറ്റും പൾസ് റേറ്റും. അതിൻ്റെ ആ ഒരു കൗണ്ട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പഠിച്ചിരിക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ കേസിലുള്ള ട്രാൻസ്പോർട്ടേഷനാണ്. ആ ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യുന്നത് സൈലവും ഫ്ലോയും ആണ്. അതിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിച്ചിരിക്കണം. വോസ്കുലർ ടിഷ്യൂസ് ആണ്. അപ്പോൾ വാസ്കുലർ ടിഷ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. പിന്നെ വാട്ടറും മിനറൽസും ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ് വഴി പ്രിപ്പയർ ചെയ്ത ഫുഡും ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസിലുള്ള ട്രാൻസ്പോർട്ടേഷനും പ്രോപ്പറായിട്ട് പഠിച്ചിരിക്കുക. പിന്നെ ഉള്ളത് നമുക്ക് എക്സ്ക്രീഷനാണ്. എക്സ്ക്രീറ്ററി സിസ്റ്റം ഇൻക്ലൂഡിങ് കിഡ്നിയൊക്കെ, അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്ന വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി സിസ്റ്റം, അതിനെക്കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ വേണം. അതിലുള്ള ഓർഗൻസിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിരിക്കണം. കിഡ്നി ഉണ്ട്, യുറീറ്റർ ഉണ്ട്, യുറീത്രയുണ്ട്, അതുപോലെ തന്നെ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് കിഡ്നിയിൽ എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഫങ്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഒരു മെത്തേഡ്, ഒരു മെഡിക്കൽ ടേമാണല്ലോ ഡയാലിസിസ്. അപ്പോൾ ഡയാലിസിസിനെ കുറിച്ച് പഠിച്ചിരിക്കണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമ്മുടെ സിലബസിൽ കവർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചിട്ട് സ്ക്രീനിങ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. എല്ലാവരും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഗോളിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.